Welcome to the Biology Brief channel. We will Morphology of Flowering Plants fruit seed എന്നതിനെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാം. ആദ്യം ഫ്രൂട്ടിലേക്ക് വരാം. ഫ്രൂട്ട്. അപ്പോൾ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്കറിയാം, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആൻജിയോസ്പേംസ് ആണ്. അപ്പോൾ ആൻജിയോസ്പേംസിന്റെ മാത്രം പ്രത്യേകതയാണ് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്? ഇതാ ഓവറി ഫെർട്ടിലൈസേഷന് ശേഷം റൈപ്പൻ ചെയ്ത് ഫ്രൂട്ടായി മാറുന്നു. ഫ്രൂട്ട്സ് ഡെവലപ്പ് ഫ്രം ദ റൈപ്പൻഡ് ഓവറി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. സാധാരണ നോർമൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയും ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാം. അത്തരം ഫ്രൂട്ട് നമ്മൾ പറഞ്ഞ പേര് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാണ്. നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ പൈനാപ്പിൾ, ബനാന. ഇവ നമുക്ക് നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. എന്നാൽ കമേഴ്സ്യലായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന സീഡ്ലെസ് ഗ്രേപ്സ് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കപ്പെടുന്ന പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഫ്രൂട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ഫ്രൂട്ട് നമ്മൾ നോക്കിയാൽ ആ ഫ്രൂട്ടിന് പ്രധാനമായി രണ്ട് ഭാഗങ്ങൾ കാണും. പ്രധാനപ്പെട്ട ഭാഗം അതിനുള്ളിൽ കാണുന്ന സീഡ് ഓർ സീഡ്സ് ആണ്. ഇനി ആ സീഡുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിങ്, ആ കവറിങ് നമ്മൾ പറഞ്ഞ പേര് ഫ്രൂട്ട് വാൾ എന്നാണ്. ഫ്രൂട്ട് വാളിന്റെ മോർഫോളജിക്കൽ ടേം എന്ന് പറയുന്നത് പെരികാർപ്പ്. അപ്പോൾ നിങ്ങൾക്ക് NCERT ബുക്കിനകത്ത് ഒരു ടൈപ്പ് ഫ്രൂട്ടിനെ പറ്റി മാത്രം പഠിക്കാനാണ് പറയുന്നത്. ആ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഡ്രൂപ്പാണ്. ഡ്രൂപ്പ്. എന്താണ് ഡ്രൂപ്പ് എന്ന് പറയുന്നത്? ഡ്രൂപ്പ് ഈസ് ഡെവലപ്ഡ് ഫ്രം മോണോകാർപ്പല്ലറി superior ovary with one seed. അപ്പോൾ മോണോകാർപ്പല്ലറി സുപ്പീരിയർ ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതും ഒരു സീഡ് മാത്രമുള്ളതുമായ ഫ്രൂട്ട്സിനെ നമ്മൾ ഡ്രൂപ്പ് എന്ന് വിളിക്കും. ഈ ഡ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റിൽ പറയുന്നത് മാംഗോ, കോക്കനട്ട് എന്നിവയാണ്. അപ്പൊ ഈ ഡ്രൂപ്പ് ഫ്രൂട്ടിനുള്ള ഒരു പ്രത്യേകത, അവയുടെ പെരികാർപ്പ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. വെൽ ഇലാബറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് അഥവാ പെരികാർപ്പാണ് അവിടെ കാണുക. ആ പെരികാർപ്പിന് 3 ലെയർ കാണുന്നു. ഏതൊക്കെയാണ് ആ 3 ലെയറുകൾ നോക്കാം. ഏറ്റവും പുറമെ ഒരു ലെയർ കാണാം. നമ്മൾ അതിനെ പറഞ്ഞ പേര് എപ്പികാർപ്പ് എന്നാണ്. എപ്പികാർപ്പ്. നടുക്കൊരു ലെയർ കാണാം. അതിനെ മീസോകാർപ്പ് എന്ന് വിളിക്കും. ഇന്നർ മോസ്റ്റ് ലെയറിന് വിളിക്കുന്ന പേര് എൻഡോകാർപ്പ് എന്നാണ്. എൻഡോകാർപ്പ്. ഇനി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിലേക്ക് ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. നോക്കൂ, മാംഗോ. ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഡ്രൂപ്പിന്റെ എക്സാമ്പിളുകളാണ്. ഒന്നാമത്തെ ഡയഗ്രാം നമ്മൾ ആൾറെഡി പറഞ്ഞു, മാംഗോയാണ്. മാംഗോ. രണ്ടാമത്തത് കോക്കനട്ടിന്റെ കംപ്ലീറ്റ് രൂപമല്ല. അപ്പോൾ മാംഗോയിൽ നിങ്ങൾ നോക്കിയാൽ സീഡ് ലേബിൾ ചെയ്തിരിക്കുന്നു. അതിന് പുറമെ പെരികാർപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെംബ്രേനിയസ് എപ്പികാർപ്പ് കാണാം. അതിനുള്ളിൽ ഫ്ലഷി ആയിട്ടുള്ള മീസോകാർപ്പ്. മാംഗോയിൽ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് ഫ്ലഷി മീസോകാർപ്പാണ്. ഉള്ളിൽ നമുക്ക് എൻഡോകാർപ്പ് കാണാം. ഈ എൻഡോകാർപ്പ്, ഇവിടുത്തെ എൻഡോകാർപ്പ് ആയാലും കോക്കനട്ട് എൻഡോകാർപ്പ് ആയാലും നോക്കിയാൽ അവ സ്റ്റോണി ലെയർ ആയിരിക്കും. വളരെ കടുപ്പമേറിയ ലെയർ ആയിരിക്കും. സ്ക്ലീറീഡുകൾ കൊണ്ട് നിർമ്മിച്ചവയായിരിക്കും. സ്ക്ലീറീഡ്സ് കൊണ്ട് നിർമ്മിച്ച നല്ല കടുപ്പമുള്ള എൻഡോകാർപ്പാണ്. ഈ എൻഡോകാർപ്പ് നമ്മൾ സ്റ്റോണി ലെയർ എന്നും വിളിക്കും. സ്റ്റോണി ലെയർ. അതുകൊണ്ട് തന്നെ ഡ്രൂപ്പുകൾക്ക് മറ്റൊരു പേരും പറയും, സ്റ്റോൺ ഫ്രൂട്ട്സ് എന്നും പറയും. ഡ്രൂപ്പ് ഫ്രൂട്ടിന് മറ്റൊരു പേരാണ് സ്റ്റോൺ ഫ്രൂട്ട്സ്. കാരണം എല്ലാ ഡ്രൂപ്പിലും എൻഡോകാർപ്പ് സ്റ്റോണി ലെയർ ആയിരിക്കും. ഇനി കോക്കനട്ടിന്റെ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ, കോക്കനട്ടിന്റെ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കോക്കനട്ട് ഇങ്ങനെയായിരിക്കുക. ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഉള്ളില് ഈ പോർഷനാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുറമെ എപ്പികാർപ്പ് കാണാം. ഈ എപ്പികാർപ്പ് വളരെ തിന്നായിരിക്കും. ഇനി ഉള്ളിൽ ചിരട്ട എന്ന് നമ്മൾ പറഞ്ഞ എൻഡോകാർപ്പാണ്. എൻഡോകാർപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോണി ലെയർ ആയിരിക്കും. ഇനി ഇടയ്ക്കുള്ള മീസോകാർപ്പ് എന്ന് പറയുന്നത് ഫൈബ്രസ് ആയിരിക്കും. ഫൈബ്രസ്. അപ്പോൾ ഈ മീസോകാർപ്പിന്റെ കാര്യത്തിലാണ് മാംഗോയും കോക്കനട്ടും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കല്ല ഉദാഹരണമായിട്ട് നമുക്ക് 2 ചോദ്യങ്ങളൂടെ നോക്കാം.
ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് കോക്കനട്ട് ഈസ് ഫൈബ്രസ്? വളരെ ഈസിയാണ്, ഇപ്പൊ നമ്മൾ പഠിച്ചോളൂ, നിങ്ങൾ ഓർമ്മയിൽ തന്നെ ആ കാര്യങ്ങളുണ്ട്. മീസോകാർപ്പാണ് കോക്കനട്ടിൽ ഫൈബ്രസ്. മാംഗോയിലാണെങ്കിൽ അത് ഫ്ലഷി സ്വീറ്റി ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ഡ്രൂപ്പ് ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം, അത് നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞതാണ്. ഡ്രൂപ്പ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യും, നമുക്കറിയാം മോണോകാർപ്പലറി അല്ലെങ്കിൽ വൺ സീഡഡ് ആയിരിക്കും ഡ്രൂപ്പുകൾ. അപ്പോൾ വൺ സീഡഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവ രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും ആൻസർ അല്ല, നമുക്ക് മെനി സീഡ് ആൻസർ അല്ല എന്ന് മാർക്ക് ചെയ്യാം. ഇനി വൺ സീഡറിൽ തന്നെ മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി ആൻഡ് വൺ സീഡ്, ഇതാണ് ശരി ഉത്തരം. അവസാനത്തെ ഓപ്ഷൻ കൂടെ നിങ്ങൾ പരിശോധിച്ച് പോവുക. ബൈകാർപ്പലറി അല്ല, അവിടെ മോണോകാർപ്പലറി ആയിരിക്കും. അപ്പൊ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കിനി അടുത്ത സീഡിലേക്ക് പോകാം. സീഡുകൾ, അപ്പോൾ ഫ്രൂട്ടിനുള്ളിലാണ് സീഡ് കാണുന്നതെന്ന് പറഞ്ഞു. ഫ്രൂട്ട് വളാൽ പ്രൊട്ടക്ട് ചെയ്താണ് സീഡുകൾ ഇരിക്കുന്നത്. ഒരു സീഡ് എവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു? നമുക്കറിയാം, സീഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവ്യൂളിൽ നിന്നാണ്. ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂള് മെച്വർ ചെയ്ത് നമുക്ക് സീഡായി മാറുന്നത് കാണാൻ പറ്റും. ഇനി ആ സീഡിൽ എന്തെല്ലാം ഭാഗങ്ങൾ കാണാം? ഒരു സീഡിൽ എന്തെല്ലാം ഭാഗങ്ങൾ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം 3 ഭാഗങ്ങൾ കാണും. എന്തൊക്കെയാണ് ആ ഭാഗങ്ങൾ? ഒന്ന്, പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എംബ്രിയോയാണ്. സീഡിലെ പ്രധാനപ്പെട്ട ഭാഗം എംബ്രിയോ, നമുക്ക് ആദ്യം ലേബൽ ചെയ്യാം. ഇനി എംബ്രിയോയെ പ്രൊട്ടക്ട് ചെയ്ത ഒരു ലെയർ കാണാം, നമ്മളതിനെ സീഡ് കോട്ട് എന്ന് പറയും, കവറിങ് ഓഫ് ദി എംബ്രിയോ. ഇനി ഇതല്ലാതെ ഒരു ഭാഗം കൂടി ഉള്ളത് എൻഡോസ്പേം എന്ന് നമ്മൾ പറയും. എൻഡോസ്പേം എന്ന് പറയുന്നത് സീഡിന്റെ എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്ന ഒരു ടിഷ്യൂ ആണ് എൻഡോസ്പേം. ഇനി ഈ എംബ്രിയോയിൽ പ്രധാനപ്പെട്ട മോർഫോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് കോട്ടിലിഡൻ. ഈ കോട്ടിലിഡൻ കാണുന്നത് ഒരു എംബ്രിയോയിൽ, സീഡിലെ എംബ്രിയോയിൽ 2 കോട്ടിലിഡൻ കാണുകയാണെങ്കിൽ നമ്മളതിനെ ഡൈക്കോട്ട് സീഡ് എന്ന് വിളിക്കും. എന്നാൽ ഒരു കോട്ടിലിഡൻ മാത്രമേ എംബ്രിയോയിൽ ഉള്ളെങ്കിൽ നമ്മളതിനെ മോണോകോട്ട് സീഡ്. അപ്പൊ കോട്ടിലിഡന്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് സീഡിനെ 2ആയി ഡിവൈഡ് ചെയ്യാം, ഡൈക്കോട്ട് സീഡെന്നും മോണോകോട്ട് സീഡെന്നും. ഇനി അതുപോലെ എൻഡോസ്പേം, ചില സീഡുകളിൽ എൻഡോസ്പേം ആദ്യമേ ഉപയോഗിച്ച് എംബ്രിയോയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അത്തരം സീഡുകളിൽ മെച്ചോ സീഡിൽ നോക്കിയാൽ എൻഡോസ്പേം കാണാൻ കഴിയില്ല. നമ്മൾ അവയെ പറയും നോൺ എൻഡോസ്പേമിക്. എന്നാൽ ചില സീഡുകളിൽ മെച്ചുവർ ആയാലും എൻഡോസ്പേം പ്രത്യേകമായി തന്നെ നിലനിൽക്കും. അത്തരം സീഡുകൾ നമ്മൾ പറയും എൻഡോസ്പേമിക് എന്ന് പറയും. അപ്പൊ നമുക്കിനി ഒരു മോണോകോട്ട് സീഡും ഡൈക്കോട്ട് സീഡും വിശദമായിട്ട് പഠിക്കേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. നമുക്ക് നോക്കാം. ആദ്യമായി ഡൈക്കോട്ട് സീഡാണ്. ഡൈക്കോട്ട് സീഡിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പയർ, അതുപോലെ തന്നെ ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, അങ്ങനെ പല ഗ്രാം ഉണ്ട്. ഈ ഗ്രാം ഇതാണ് പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സീഡ് കോട്ട്, ഈ സീഡിന്റെ പുറമേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം സീഡ് കോട്ട് കാണാം. അപ്പൊ ഈ ഡൈക്കോട്ട് സീഡിന്റെ ഒരു പ്രത്യേകത, സീഡ് കോട്ടിന് 2 ലെയർ കാണാം. സീഡ് കോട്ട് വളരെ സ്ട്രോങ് ആണ്, 2 ലെയർ കാണാം. ഔട്ടർ ലെയറിനെ പറ്റി നമ്മൾ പറയുന്നത് ടെസ്റ്റ എന്നാണ്, ഹാർഡായിരിക്കും. ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേര് ടെഗ്മൻ എന്നാണ്. ഇനി ഈ സീഡ് കോട്ടിൽ തന്നെ ഹൈലം, നേരത്തെ ഓവ്യൂളിൽ ഫ്യൂണിക്കിൾ അറ്റാച്ച് ചെയ്തിരുന്ന പോർഷൻ, ഇപ്പൊ ഫ്യൂണിക്കിൾ ഇളകിപ്പോയി, അപ്പൊ അവിടെ ഒരു സ്കാർ റിമെയിൻ ചെയ്യും. ആ പോർഷൻ വിളിക്കുന്ന പേരാണ് ഹൈലം. ഇനി ആ ഹൈലത്തിന് തൊട്ടടുത്തൊരു ചെറിയ ഓപ്പണിംഗ് കാണാം. ആ ഓപ്പണിംഗ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കും. ഇതാണ് പുറമേ നിന്ന് കാണുന്ന ഭാഗം. ഇനി ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു എംബ്രിയോ കാണിച്ചിരിക്കുന്നു. നോക്കൂ, ആ എംബ്രിയോ ഒരു എംബ്രിയോണൽ ആക്സിസ് കാണാം. ആ എംബ്രിയോണൽ ആക്സിസിൽ 2 കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കും. 2 കോട്ടിലിഡൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ ഡൈക്കോട്ട് സീഡ് ആയതുകൊണ്ട് ഡൈക്കോട്ട് എംബ്രിയോ കാണാം. ഡൈക്കോട്ട് എംബ്രിയോയിൽ നിങ്ങൾക്ക് 2 കോട്ടിലിഡൻസ് കാണാം. ഇനി എംബ്രിയോണൽ ആക്സിസിൽ തന്നെ ഒരു പോർഷൻ റൂട്ട് ഇനിഷ്യലാണ്, നമ്മൾ തന്നെ റാഡിക്കൽ എന്ന് പറയും. അത് ഇലോങ്ങേറ്റ് ചെയ്ത് റൂട്ട് സിസ്റ്റം ഉണ്ടാകും. മറ്റേ എംബ്രിയോണൽ ആക്സിസിന്റെ മേളിലത്തെ ഭാഗം സ്റ്റെം ഇനിഷ്യലാണ്, പ്ലുമ്യൂൾ എന്ന് പറയും. അത് ഏരിയലായിട്ട് ഡെവലപ്പ് ചെയ്താണ് ഒരു ഷൂട്ട് സിസ്റ്റം ഉണ്ടാകുന്നത്. ഇനി അടുത്ത മോണോകോട്ട് സീഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മോണോകോട്ട് സീഡിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങളോട് പഠിക്കാനായിട്ട് 2 എക്സാമ്പിളാണ്. ഇത് ചോളം അഥവാ മെയ്സിന്റെ സീഡാണ്, ഇത് വീറ്റിന്റെ സീഡാണ്. ഇവ രണ്ടുമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ മെയ്സും വീറ്റും നമുക്കറിയാം ഗ്രാസ് ഫാമിലിയിൽ ഉൾപ്പെടുന്ന പ്ലാന്റുകളാണ്. അപ്പൊ ഗ്രാസ് ഫാമിലിയിൽ കാണുന്ന ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിന് വിളിക്കുന്ന പേര് കാരിയോപ്സിസ് എന്നാണ്. ഈ കാരിയോപ്സിസ് ഫ്രൂട്ടിന്റെ പ്രത്യേകത, സീഡ് കോട്ടും ഫ്രൂട്ട് വാളും യുണൈറ്റഡ് ആയിരിക്കും. അവ രണ്ടും ഒറ്റ യൂണിറ്റ് ആയിട്ടിരിക്കും. ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്ന നോക്കൂ, സീഡ് കോട്ട് പ്ലസ് ഫ്രൂട്ട് വാൾ എന്ന് ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം അതാണ്.
ഇവിടെ സീഡ് കോട്ടും ഫ്രൂട്ട് വാളും ചേർന്ന് ഒറ്റ ലെയറായിട്ടാണ് കാണുക. അതാണ് കാരിയോപ്സിസ് ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇനി നമുക്ക് ആദ്യം മെയ്സിന്റെ സീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു ലെങ്തി ആയിട്ടിരിക്കുന്ന ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എംബ്രിയോ കാണാം. അതുപോലെ ആ എംബ്രിയോയെ സറൗണ്ട് ചെയ്ത് എൻഡോസ്പെം കൂടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഒരു മോണോകോട്സിന്റെ കൂടുതൽ പാർട്ടുകൾ അറിയണമെങ്കിൽ നിങ്ങളൊരു വീറ്റിന്റെ സീഡ് തന്നെ നമ്മൾ പരിശോധിക്കണം. ആ വീറ്റിന്റെ സീഡ് പരിശോധിക്കുമ്പോൾ നോക്കൂ, ഏറ്റവും പുറമെ ഒരു കവറിംഗ് ആണ്, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ആ പ്രൊട്ടക്റ്റീവ് കവറിംഗ് സീഡ് കോട്ടും ഫ്രൂട്ട് വാളും കൂടെ ചേർന്നുണ്ടായതാണ് നമ്മൾ പറഞ്ഞു. ഈ ഫ്രൂട്ട് വാളും സീഡ് കോട്ടും കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ഫ്രൂട്ട് എന്നും സീഡ് എന്നും വിശേഷിപ്പിക്കാം. ഇവിടെ ഫ്രൂട്ട് എന്നും സീഡ് എന്നും ഡിസ്റ്റിങ്ഷൻ ഈ ഫാമിലിയിൽ ഇല്ല. അപ്പൊ ഇതിനെ നമുക്ക് മെയ്സിന്റെ ഫ്രൂട്ട് എന്നും സീഡ് എന്നും പറയാം, ഇതിനെ നമുക്ക് വീറ്റിന്റെ ഫ്രൂട്ട് എന്നും സീഡ് എന്നും വിളിക്കാം. അപ്പൊ ഇതിന്റെ വീറ്റിൽ നമുക്ക് ഏറ്റവും പുറമെ സീഡ് കോട്ടും ഫ്രൂട്ട് വാളും കൂടെ യോജിച്ചിരിക്കുന്ന ഒരു പ്രൊട്ടക്ട് ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ സാധാരണ ഈ സീഡുകളുടെ എല്ലാം മെജോറിറ്റി പോർഷനും എൻഡോസ്പം ആയിരിക്കും. ബൾക്കി എൻഡോസ്പം എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ടേം. മെജോറിറ്റി എൻഡോസ്പം ആയിരിക്കും. എൻഡോസ്പം സ്റ്റാർച്ചി ആയിരിക്കും. സ്റ്റാർച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്ന എൻഡോസ്പം കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ പരിശോധിച്ച് സ്ക്യൂട്ടെല്ലം ലേബൽ ചെയ്തിരിക്കുന്നു. എന്താണ് സ്ക്യൂട്ടെല്ലം? ഇവിടുത്തെ സിംഗിൾ കോട്ട്ലിഡർ ആണ് സ്ക്യൂട്ടെല്ലം. അപ്പൊ ഷീൽഡ് പോലെ ഹോണി ആയിട്ടിരിക്കുന്ന ഒരു സിംഗിൾ കോട്ട്ലിഡർ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് സ്ക്യൂട്ടെല്ലം. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, സിംഗിൾ കോട്ട്ലിഡൻ, ഷീൽഡ് ലൈക്ക് കോട്ട്ലിഡൻ, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? സ്ക്യൂട്ടെല്ലം ആൻസർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ സ്ക്യൂട്ടെല്ലത്തിനെയും എൻഡോസ്പെമിനെയും സെപ്പറേറ്റ് ചെയ്തും ഈ എൻഡോസ്പെമിനെ കവർ ചെയ്തും ഒരു ലെയർ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഈ ലെയറിനെ വിളിക്കുന്ന പേര് അല്യൂറോൺ ലെയർ എന്നാണ്. അത് പ്രോട്ടീനേഷ്യസ് ആണ്. അല്യൂറോൺ ലെയർ പ്രോട്ടീനേഷ്യസ് ആണ്. പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച അല്യൂറോൺ ലെയർ കാണാം. ഇനി നിങ്ങൾ സ്ക്യൂട്ടെല്ലത്തിന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ എംബ്രിയോണൽ ആക്സിസിൽ റാഡിക്കിളും പ്ലുമിയോളും കാണാം. ഇതാ റാഡിക്കിൾ ലേബൽ ചെയ്തിരിക്കുന്ന നോക്കൂ, റാഡിക്കിൾ റൂട്ട് ഇനീഷ്യലാണ്. ആ മേളിൽ പ്ലുമിയോൾ സ്റ്റെം ഇനീഷ്യലും കാണാം. ഈ റാഡിക്കിളിനെ കവർ ചെയ്ത് ഒരു സ്കെയിലി ആയിട്ടുള്ള ഒരു പോർഷൻ കാണാം. ആ പ്രൊട്ടക്റ്റീവ് സ്കെയിലി കവറിങ്ങിനെ കോളിയോ റൈസ എന്ന് പറയും. ഓർക്കാൻ എളുപ്പം റൈസ എന്ന് വന്നു കഴിഞ്ഞാൽ റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ റാഡിക്കലിന്റെ കവറിങ്ങിന് കോളിയോ റൈസ, അങ്ങനെയാണെങ്കിൽ പ്ലുമിയോളിന്റെ കവറിങ്ങിന് കോളിയോപ്റ്റൈൽ എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കോളിയോപ്റ്റൈൽ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ സീഡിന്റെ സ്ട്രക്ചർ പരിശോധിക്കുമ്പോൾ തന്നെ എൻഡോസ്പെം ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോണോകോട്ട് സീഡുകളെല്ലാം എൻഡോസ്പെമിക് ആണെന്ന് നമുക്ക് പറയാം, എൻഡോസ്പെമിക്. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ കാണാം. എന്താണ് എക്സെപ്ഷൻ? ഓർക്കിഡ്. ഓർക്കിഡ് മോണോകോട്ട് ആണെങ്കിലും ഓർക്കിഡിൽ നോൺ എൻഡോസ്പെമിക് സീഡുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓർക്കിഡ് സീഡുകളുടെ പ്രത്യേകത ഒന്ന്, അവയുടെ സീഡുകൾ വളരെ ചെറുതാണ്, മൈന്യൂട്ടാണ്. രണ്ട്, നോൺ എൻഡോസ്പെമിക് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സീഡിനെ പറ്റി ഓർമ്മിക്കുക. ഇവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങളും കൂടി നോക്കാം. ഒന്ന്, the mature seeds of plants such as gram and peas. ഗ്രാമിലും പീസിലും മെച്ചുവർ സീഡ് നോക്കിയാൽ നോ എൻഡോസ്പെം. ശരിയാണ്, ഗ്രാമും പീസും നോൺ എൻഡോസ്പെമിക് സീഡാണ്, അവയിൽ എൻഡോസ്പെം ഇല്ല. അതിനുള്ള കാരണം എന്താണ് നമുക്ക് നോക്കാം. പ്ലാന്റ്സ് ആർ നോട്ട് ആൻജിയോസ്പെംസ്. പ്ലാന്റുകൾ തീർച്ചയായും ആൻജിയോസ്പെം ആണ്. there is no ഡബിൾ ഫെർട്ടിലൈസേഷൻ. തെറ്റാണ്. ആൻജിയോസ്പെം ആണെങ്കിൽ അവയിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നിശ്ചയമായിട്ടും കാണും. എൻഡോസ്പെം ഇസ് നോട്ട് ഫോംഡ് ഇൻ ദെൻ. അല്ല, ആൻജിയോസ്പെമിന്റെ ഒരു ക്യാരക്ടറാണ് പ്രൊഡക്ഷൻ ഓഫ് എൻഡോസ്പെം. എൻഡോസ്പെം ഗെറ്റ്സ് യൂസ്ഡ് അപ്പ് ബൈ ഡെവലപ്പിംഗ് എംബ്രിയോ. മൂന്ന് ഓപ്ഷൻ തെറ്റായതുകൊണ്ട് നാലാമത്തെ ഓപ്ഷൻ ശരിയാകണം, ശരിയത് തന്നെ ആയിരിക്കാം. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ എൻഡോസ്പെമിനെ നേരത്തെ തന്നെ എംബ്രിയോ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അവിടെ എൻഡോസ്പെം കാണാത്തത്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ചോദ്യം, ദ പ്ലാസന്റ ഈസ് അറ്റാച്ച്ഡ് ടു ഡെവലപ്പിംഗ് സീഡ് നിയർ. പ്ലാസന്റ ഡെവലപ്പിംഗ് സീഡിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? ഹൈലത്തിലാണ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ സീഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഹൈലം ആ പ്ലാസന്റ ഡിറ്റാച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു മാർക്കായിട്ട് നമുക്ക് ഹൈലം അവിടെ അവശേഷിക്കുന്നത് കാണാം. ബാക്കി ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. അപ്പം ഫ്രൂട്ടും സീഡും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.